Chapter 3 Functions. Next topic Mathematical Functions. Mathematical Functions. The header file cmath or math.h. cmath എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന പ്രോഗ്രാം നമ്മളിപ്പോൾ ചെയ്യുന്നത് ജിനൈ സോഫ്റ്റ്വെയറിലാണ്. അതിനകത്ത് നമ്മൾ പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്ന ഹെഡർ ഫയലാണ് cmath. നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ടർബോ C++നകത്തായിരുന്നു CPP ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് math.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ. അപ്പം മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യേണ്ട ഹെഡർ ഫയലാണ് ഇത് cmath എന്ന് പറയുന്ന ഹെഡർ ഫയൽ. ഓൾറെഡി C++ പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു ഹെഡർ ഫയൽ യൂസ് ചെയ്യും, IOStream എന്ന ഹെഡർ ഫയൽ. ഈ ഹെഡർ ഫയലിനെ കൂടാതെ മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ABS ഉണ്ട്, SQRT ഉണ്ട്, പവർ ഉണ്ട്. ഈ മൂന്ന് ഫങ്ഷൻ നമ്മൾ ഏതെങ്കിലും പ്രോഗ്രാമിനകത്ത് CPP പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുന്നെങ്കിൽ CPPയുടെ ഹെഡർ ഫയലായ IOStream.h കൂടാതെ ഉപയോഗിക്കേണ്ട ഹെഡർ ഫയലാണ് ഇത് cmath എന്ന് പറയുന്ന ഹെഡർ ഫയൽ. മാത്തമെറ്റിക്കൽ ഫങ്ഷനകത്ത് ഫസ്റ്റ് വൺ ABS ഫങ്ഷൻ യൂസ് ചെയ്യുന്ന ഇറ്റ് റിട്ടേൺസ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. അബ്സല്യൂട്ട് വാല്യൂവിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ABS ഫങ്ഷൻ യൂസ് ചെയ്യുന്നത്. ABS എന്ന് പറഞ്ഞാൽ തന്നെ അബ്സല്യൂട്ട് എന്നാണ്. അതായത് ഒരു ഇൻറ്റിജറിൻ്റെ ഈ അബ്സല്യൂട്ട് വാല്യൂവിനെ മലയാളത്തിൽ കേവലവില എന്ന് പറയും. അബ്സല്യൂട്ട് വാല്യൂ, ഒരു ഇൻറ്റിജറിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇവിടെ ആർഗ്യുമെൻറ്റ് ABS എന്ന് പറഞ്ഞിട്ട് ഫങ്ഷൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഇൻ്റ് എന്ന് എഴുതിയിരിക്കുന്നു. അത് ഒരു ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആകാൻ വേണമെങ്കിൽ പോസിറ്റീവ്, ആ ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആവാം. പക്ഷേ അത് അബ്സല്യൂട്ട് വാല്യൂവിനെ റിട്ടേൺ ചെയ്യുമ്പോൾ അതെന്തായിരിക്കും, പോസിറ്റീവ് വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, സിൻറ്റാക്സ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഡേറ്റ ടൈപ്പ് കൊടുക്കുക, ഇൻറ്റ് ABS ഓഫ് ഇൻറ്റ് അങ്ങനെ കൊടുക്കുക. ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ABS ഓഫ് ഇൻറ്റ് എന്ന് കൊടുത്തു. ABS മീൻസ് അബ്സല്യൂട്ട് വാല്യൂ എന്നാണ് അതിൻ്റെ അർത്ഥം. അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കുക. ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ കാണുമ്പോഴേ അറിയാം അബ്സല്യൂട്ട് വാല്യൂവിന് വേണ്ടിയിട്ട് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഫംഗ്ഷനകത്ത് എഴുതിയിരിക്കുന്ന ആർഗ്യുമെൻറ്റ് ഇൻറ്റ് എന്ന് പറയുന്നത്, അവിടെ നമുക്ക് എന്ത് കൊടുക്കാം, വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം, വാല്യൂവിനെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിനെ കൊടുക്കാം. എക്സാമ്പിൾ നോക്കിക്കേ, ഇൻറ്റ് n = 25 സി ഔട്ട് ABS ഓഫ് n. n = -25. ആ -25 എന്ന് പറയുന്നത് ഇതിനകത്തായിരിക്കുന്ന n-നകത്തായിരിക്കുന്നത്. അപ്പോൾ ABS ഓഫ് n എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, 25 ആയിരിക്കും അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെയാണ് അബ്സല്യൂട്ട് വാല്യൂ കണ്ട്. ഫ്ലോട്ടിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം എന്താണ്, ഫ്രാക്ഷണൽ പാർട്ടുള്ള അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണ്ടെങ്കിൽ നിങ്ങൾ ഇതേ സിൻറ്റാക്സിൽ തന്നെ എഫും കൂടെ ചേർത്താൽ മതി. ഫ്ലോട്ടിംഗ് പോയിൻറ്റിൻ്റെ മനസ്സിലാക്കാൻ എഫിടെ ABS ഓഫ് ആർഗ്യുമെൻറ്റ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ABS എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അബ്സല്യൂട്ട് വാല്യൂവിനെ റിട്ടേൺ ചെയ്യാനാണ് ഏത് യൂസ് ചെയ്യുന്ന ABS ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ABS ഫംഗ്ഷനകത്ത് ഫ്ലോട്ടിംഗ് പോയിൻ്റ് വാല്യൂസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ എങ്ങനെ കൊടുത്താൽ മതി, ഫംഗ്ഷൻ FABS എന്ന് കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് എന്ത് എഴുതണം, ആർഗ്യുമെൻ്റ് എഴുതണം. ഈ ABS ഫംഗ്ഷനകത്ത് എഴുതിയിരിക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ ചെയ്യുന്നത്. നെക്സ്റ്റ് SQRT നമുക്കറിയാവുന്നതാണ്. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ, ഇറ്റ് റിട്ടേൺസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത് SQRT എന്ന് പറയുന്ന ഫംഗ്ഷൻ. അതിൻ്റെ സിൻറ്റാക്സ് SQRT ഓഫ് ഡബിൾ ആർഗ്യുമെൻറ്റ്. എക്സാമ്പിൾ നോക്കിക്കേ, ഫ്ലോട്ട് B = SQRT ഓഫ് n. ഇങ്ങനെ നമുക്ക് എഴുതാം. സി ഔട്ട് എന്തിനെ നമുക്ക് ഇതും ചെയ്യാം, പ്രിൻറ്റ് ചെയ്യാം, BA പ്രിൻറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇവിടെ n-ൻ്റെ വില എന്ന് പറയുന്നത്, എക്സാമ്പിളിനകത്ത് n-ൻ്റെ വില സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനല്ലേ. അപ്പോൾ n = 25, ഇൻറ്റ് n = 25 എന്നുള്ളതാണ്. അപ്പോൾ ഫ്ലോട്ട് B എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് എന്ത് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. SQRT ഓഫ് n അതിൻ്റെ ആൻസറിനെ ഇതിനകത്ത് സ്റ്റോർ ചെയ്യുന്നു, ബിക്കകത്ത് സ്റ്റോർ ചെയ്യുന്നു. BA എന്ത് ചെയ്യുന്നു, നമ്മൾ റിട്ടേൺ ചെയ്യും. നേരത്തെ എഴുതിയതുപോലെ വേണമെങ്കിൽ നമുക്ക് എഴുതാം, ഇൻറ്റ് n = 25 സി ഔട്ട്
എന്തോ SQRT ഓഫ് n അങ്ങനെ വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യാം. ഇപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്ര ആയിരിക്കും? 5 ആണല്ലേ. 5 × 5 അല്ലേ 25. അപ്പോൾ 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. ഇപ്പോൾ SQRT ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഒരു സംഖ്യയുടെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? SQRT ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ് നമുക്ക് ഇൻറ്റ് ഉപയോഗിക്കാം, ഡബിൾ ഉപയോഗിക്കാം, ഫ്ലോട്ട് ഉപയോഗിക്കാം കേട്ടോ. ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഈ ബ്രാക്കറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ പവർ ഫംഗ്ഷൻ, POW നമ്മൾ എഴുതുന്ന പവർ ഫംഗ്ഷൻ. ഒരു സംഖ്യയുടെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇതിനെ പവർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ 2 ആർഗ്യുമെൻറ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റിനകത്ത് 2 ആർഗ്യുമെൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതേപോലെ ഈ ആർഗ്യുമെൻറ്റ് ഇൻ്റ് ആവാം, ഫ്ലോട്ട് ആവാം, ഡബിൾ ആവാം. ഇതിൻ്റെ സിൻറ്റാക്സ് എന്ന് പറയുന്നത് പവർ ഡബിൾ ഓഫ്, ഒന്നുകിൽ ഡബിളിൻ്റെ 2 ആർഗ്യുമെൻ്റ് ആകാം, അല്ലെങ്കിൽ 2 ഇൻറ്റിജർ ആർഗ്യുമെൻ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഡബിൾ ആർഗ്യുമെൻറ്റ് ഒരു ഇൻറ്റിജർ ആർഗ്യുമെൻറ്റും ആകാം. എങ്ങനെ വേണമെങ്കിലും ആവാം. പവർ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇറ്റ് യൂസ്ഡ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കും. നമ്മൾ പ്രോഗ്രാമിനകത്ത് എഴുതുമ്പോൾ സാധാരണ നമ്മൾ മാത്സിലൊക്കെ ചെയ്യുമ്പോൾ 2⁻³ അങ്ങനെ എഴുതും അല്ലേ. ഇപ്പോൾ നമ്മൾ CPP പ്രോഗ്രാമിനകത്ത് എഴുതുന്നത് നോക്കിക്കേ. ഇൻറ്റ് x = 5 എന്ന് പറയുന്നത് ഒരു നമ്പറിനെ സ്റ്റോർ ചെയ്തേക്കുന്നു. y = 4 z-നകത്ത് ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. z നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഈ നമ്പറിൻ്റെ പവറിനെ സ്റ്റോർ ചെയ്യാം. അപ്പോൾ z = പവർ ഓഫ് x, y എന്ന് പറഞ്ഞാൽ 5,4 എന്നാണ് വരുന്നത്. അതിൻ്റെ മീനിങ് എന്തോ? 5,4 എന്ന് പറഞ്ഞാൽ 5⁴ എന്ന് എഴുതുന്ന പോലെയുള്ളൂ. അപ്പോൾ 5നെ എത്ര വട്ടം മൾട്ടിപ്ലൈ ചെയ്യണം? 4 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. എത്ര കിട്ടും? 625 ആണെന്ന് തോന്നുന്നു ആൻസർ. ഇപ്പം മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ഒരു പ്രോഗ്രാമിനകത്ത് ഉപയോഗിക്കുമ്പോൾ യൂസ് ചെയ്യേണ്ട ഹെഡർ ഫയലാണ് ഇത്. CMATCH എന്ന് പറയുന്ന ഹെഡർ ഫയൽ. മാത്തമെറ്റിക്കൽ ഫങ്ഷൻസ് 3 എണ്ണം ഉണ്ട്. ABS, SQRT, പവർ. ABS എന്ന് പറയുന്ന അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാനാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ സിൻറ്റാക്സ് ABS ഓഫ് ഇൻ്റ് എന്ന് നമുക്ക് എഴുതാം. പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും അബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ കൊടുക്കാം. അപ്പോൾ അത് എന്ത് ചെയ്യും? ABS എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിനെ എന്ത് ചെയ്യും? റിട്ടേൺ ചെയ്തിന്. മലയാളം എന്ന് പറഞ്ഞാൽ കേവല വില എന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ 25 എങ്ങനെ കൊടുക്കുന്നത്? n = -25 എന്നുള്ളതിന് ABS ഓഫ് -25 എന്ന് പറയുമ്പോൾ എന്ത് വരും? 25 എന്ന് വരും അതിൻ്റെ യഥാർത്ഥ വില. നെക്സ്റ്റ് SQRT ഫംഗ്ഷൻ. ഇറ്റ് റിട്ടേൺസ് എ സ്ക്വയർ റൂട്ട് ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് SQRT ഉപയോഗിക്കുന്നത്. SQRT ഓഫ് ഡബിൾ, അത് ഇൻറ്റിജർ ഉപയോഗിക്കാം, ഡബിൾ ഉപയോഗിക്കാം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് ഉപയോഗിക്കാം. സ്ക്വയർ റൂട്ട് n = 25 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. പവർ, ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. ഒരു നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നു. പവറിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇൻറ്റിജർ ഡബിൾ ആവാം, ഡബിൾ ആവാം, ഫ്ലോട്ട് ആവാം, ഇൻറ്റ് ഫ്ലോട്ട് ആവാം, ഇൻറ്റ് ഡബിൾ ആവാം കേട്ടോ, ഏത് രീതിയിൽ. ഇപ്പോൾ 2 വേരിയബിളിനകത്ത് 2 നമ്പർ സ്റ്റോർ ചെയ്തു. അതിൻ്റെ പവർ കണ്ടുപിടിക്കണം. പവർ എഴുതുമ്പോൾ നമ്മൾ x, y എന്നാണ് ആർഗ്യുമെൻ്റ് എഴുതിയിരിക്കുന്നതെങ്കിൽ എക്സിൻ്റെ വില 5, വൈയുടെ വില എത്ര? 4 അങ്ങനെ എഴുതണം. 5⁴ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അതിൻ്റെ ആൻസർ എത്രയാണോ അത്രയും കിട്ടും. ഓക്കെ. നെക്സ്റ്റ് ടോപ്പിക് ക്യാരക്ടർ ഫങ്ഷൻസ്. Character functions are used to perform various operations on characters. അതായത് ക്യാരക്ടറിലെ വിവിധ ഓപ്പറേഷനുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാരക്ടർ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നു. ദ ഹെഡർ ഫയൽ CC type അല്ലെങ്കിൽ ctype.h എന്ന് നമ്മൾ കൊടുക്കും. CC type supports these functions. ഇപ്പോൾ മാത്തമെറ്റിക്കൽ ഫങ്ഷൻ ആണെങ്കിൽ നമ്മൾ ഏത് ഉപയോഗിക്കും? math.h ഉപയോഗിക്കും, അല്ലെങ്കിൽ CMath ഉപയോഗിക്കാം. ക്യാരക്ടർ ഫങ്ഷൻസ് ആണെങ്കിൽ ഏത് ഹെഡർ ഫയൽ യൂസ് ചെയ്യണം? CC type ഹെഡർ ഫയൽ യൂസ് ചെയ്യണം. അപ്പോൾ ക്യാരക്ടർ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്ന എന്തിനാ? ക്യാരക്ടറിലെ വിവിധ ഓപ്പറേഷനുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ ഫങ്ഷൻസ് ഫസ്റ്റ് വരുന്നത് ഈസ് അപ്പർ ഫങ്ഷൻസ്. ഈസ് അപ്പർ ഫങ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ് ഓർ നോട്ട്. അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ അറിയാം നമുക്ക് എന്താണ്? ക്യാരക്ടറിൽ വലിയ അക്ഷരമാണോന്ന് അല്ലേ, ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണോന്ന്.
ഈ സപ്പറിനകത്ത് ഒരു വേരിയബിൾ കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാരക്ടർ ക്യാപിറ്റൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ സപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. The function returns non-zero if the given character is in uppercase. നമ്മൾ ഈ അപ്പർ ക്യാരക്ടർ എന്ന് സിൻറ്റാക്സ് ഇപ്പോൾ നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ ആ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ 0 അല്ലാത്ത ഒരു റിസൾട്ട് കാണിക്കുമെന്ന് പറഞ്ഞാൽ 1 എന്നായിരിക്കും കാണിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ അതിൻ്റെ മീനിങ് എന്തുമായിരിക്കും? അത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അല്ലാതെ 0 ആണ് ഡിസ്പ്ലേ ചെയ്യുന്നതെങ്കിൽ അതെന്തല്ല, ക്യാപിറ്റൽ ലെറ്റർ അല്ല. ഓക്കെ ആയോ? ഈസ് അപ്പർ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത് ടു ചെക്ക് വെദർ ദ ക്യാരക്ടർ ഈസ് ഇൻ അപ്പർ കേസ് ഓർ നോട്ട്. ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത്, ഈസ് അപ്പർ ഫംഗ്ഷൻ. ഈസ് അപ്പർ ഫംഗ്ഷനകത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് കിട്ടുന്ന ആൻസർ 1 ആണെങ്കിൽ അതെന്തായിരിക്കും? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. 0 ആണെങ്കിൽ എന്തായിരിക്കും? അത് ക്യാപിറ്റൽ ലെറ്റർ അല്ലായിരിക്കും. ഓക്കെ, അതിൻ്റെ സിൻറ്റാക്സ് ഈസ് അപ്പർ ഓഫ് ക്യാർ എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് ക്യാരക്ടർ കൊടുക്കാം. എക്സാമ്പിൾ ഒന്ന് ശ്രദ്ധിച്ചേ. ഇപ്പം ഞാൻ ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്ത് സി എന്ന് പറയുന്ന വേരിയബിൾ, ക്യാർ ഡേറ്റ ടൈപ്പാണ്, സി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ലെറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക. എന്നിട്ട് ഇൻറ്റ് എൻ ഈക്വൽ ടു ഈസ് അപ്പർ ഓഫ് ക്യാർ സി. സി എന്ന് പറയുന്ന വേരിയബിളിൽ ഇരിക്കുന്ന വാല്യൂ ഏതാണ്? എ എന്ന് പറയുന്ന വാല്യൂ ആണ് ഇരിക്കുന്നത്. ഈ കിട്ടുന്ന റിസൾട്ടിനെ ഞാൻ എവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ട്? എൻ എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ട്. എൻ എന്ന് പറയുന്ന ഞാൻ ഏത് ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചിരിക്കുന്നത്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചിരിക്കുന്ന കാരണം എനിക്ക് കിട്ടുന്ന ആൻസർ 1 ഓർ 0 ആയിരിക്കും. അതെന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ നമ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ ടൈപ്പ് ഏത് ഉപയോഗിച്ചത്? ഇൻറ്റിജർ ഡേറ്റ ടൈപ്പ് ഉപയോഗിച്ചത്. അപ്പോൾ ഇത് നോക്കിക്കേ, ക്യാർ സി ഈക്വൽ ടു എ. സി എന്ന് പറയുന്നത് എയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ച വേരിയബിളാണ്. ആ വേരിയബിൾ ക്യാരക്ടർ ആയതുകൊണ്ടാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ത് കൊടുത്തത്? ക്യാർ കൊടുത്തത്. ഈ ഡേറ്റ ടൈപ്പ് എല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ശരിക്കും പഠിച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെ. അതുകൊണ്ടാണ് പിന്നെ ക്യാർ, ഡബിൾ, ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അങ്ങ് പോകുന്നത്. അത് ശ്രദ്ധിക്കണം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ക്യാർ സി ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് പറയുന്ന ഒരു ലെറ്ററിനെ ഞാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചു. എൻ ഈക്വൽ ടു നമ്മുടെ ഫംഗ്ഷൻ ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഇത്, ഈസ് അപ്പർ ഫംഗ്ഷൻ. ഈസ് അപ്പർ ഓഫ് ക്യാർ എ എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഏത് വേരിയബിളിനകത്താണ്? സി എന്ന് പറയുന്ന വേരിയബിളിനകത്ത് സ്റ്റോർ ചെയ്തപ്പോൾ ക്യാർ സി എന്ന് കൊടുത്തു. അപ്പോൾ അവിടെ ഇപ്പം എന്തോ ചെയ്യുന്നത്? ഈ സപ്പർ ഓഫ് ക്യാർ സി, ക്യാർ സിക്കകത്തിരിക്കുന്ന വാല്യൂ ക്യാപിറ്റൽ എ ആണ്. അത് ചെക്ക് ചെയ്യും. ക്യാപിറ്റൽ എ ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട് വരുന്നത്? 1 ആയിരിക്കും റിസൾട്ട് വരുന്നത്. ആ 1 ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും, എന്നിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് എന്ത് കിട്ടും? 1 കിട്ടും. സിൻസ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ 1 ആണെങ്കിൽ എന്താണ്? അപ്പർ കേസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്യാർ സി ഈക്വൽ ടു നിങ്ങൾ സ്മോൾ എ ആയിരുന്നു കൊടുത്തെങ്കിൽ ഇതേപോലെ തന്നെ ഇൻറ്റ് എൻ ഈക്വൽ ടു ഈസ് അപ്പർ ഓഫ് ക്യാർ സി എന്ന് പറയുമ്പോൾ അവിടെ സ്മോൾ എ കൊടുക്കും. സ്മോൾ എ കൊടുക്കുമ്പോൾ അത് അപ്പർ കേസ് ആണോ? അല്ല. അപ്പോൾ അവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യും? 0 ഡിസ്പ്ലേ ചെയ്യും. 0 ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്കറിയാം അതെന്തല്ല, അപ്പർ കേസ് അല്ല. അപ്പോൾ ഇതേ ഉള്ളൂ ക്യാരക്ടർ ഫംഗ്ഷനകത്തെ ഫസ്റ്റ് വൺ ഈസ് അപ്പർ. ഈസ് അപ്പർ ഫംഗ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ക്യാരക്ടർ അപ്പർ കേസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പർ കേസ് ആണെങ്കിൽ നമുക്ക് റിസൾട്ട് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. അല്ലെങ്കിൽ എന്ത് കിട്ടും? 0 എന്നായിരിക്കും ആൻസർ കിട്ടുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ലോവർ ഫംഗ്ഷൻ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ് ഓർ നോട്ട്. ഈസ് അപ്പർ കേസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ ഈസ് ലോവർ എന്താണ്? ലോവർ കേസ് ആണോ അല്ലയോ, സ്മോൾ ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു. ദ ഫംഗ്ഷൻ റിട്ടേൺസ് എ നോൺ സീറോ ഇഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ്. അതായത് 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കിട്ടുന്നത്, 0 അല്ലാത്ത ഒരു വാല്യൂ ആണ് കിട്ടുന്നതെങ്കിൽ അതെന്തായിരിക്കും? ലോവർ കേസ് ആയിരിക്കും. 0 ആണെങ്കിൽ എന്തായിരിക്കും? ലോവർ കേസ് അല്ലായിരിക്കും, വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പം നോക്കിക്കേ, ഈസ് ലോവർ ഓഫ് ക്യാർ, അതിൻ്റെ സിൻറ്റാക്സ് എക്സാമ്പിളിൽ നേരത്തെ പോലെ തന്നെ ക്യാർ സി എന്ന് പറയുന്ന ഒരു വേരിയബിളിനകത്തോട്ട് ഞാൻ എന്ത് ചെയ്തു? സ്മോൾ ലെറ്റർ എക്സിനെ സ്റ്റോർ ചെയ്ത് വെച്ചു. എന്നിട്ട് ഇൻറ്റ് എൻ ഈക്വൽ ടു എനിക്ക് ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യണം? ഈസ് ലോവർ എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഈസ് ലോവർ ഓഫ് സി എച്ച് എന്ന് പറഞ്ഞാൽ എന്ത് വേണം?
ഈസ് ലോവർ ഓഫ് സി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ ഇരിക്കുന്ന ഇതിനകത്താണ് ഇരിക്കുന്നത്, ക്യാർ സി എന്ന് നമ്മൾ പറയാം. ഫംഗ്ഷൻ ഇതിനകത്താണ് ഇരിക്കുന്നത്, ഈ സിക്കകത്താണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈസ് ലോവർ ഓ ക്യാർ സി, സിക്കകത്ത് ഏതായിരിക്കുന്നത്? സ്മോൾ ലെറ്റർ എക്സ് അല്ലേ. അപ്പോൾ എന്താണ്? സ്മോൾ ലെറ്റർ ആണ്. ഈസ് ലോവർ ഓ സ്മോൾ ലെറ്റർ ആകുമ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? ഔട്ട്പുട്ട് 1 എന്ന് പ്രിൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ലോവർ കേസ് ആണ്. ലോവർ കേസ് അല്ലായിരുന്നു, നിങ്ങളിവിടെ ഒരു ക്യാപിറ്റൽ എക്സ് ആയിരുന്നു കൊടുത്തെങ്കിൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? 0 ആയിരിക്കും ഔട്ട്പുട്ട്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ആൽഫ ഫംഗ്ഷൻ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്. ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ഈസ് ആൽഫ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. ദ ഫംഗ്ഷൻ റിട്ടേൺ നോൺ സീറോ ഓഫ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൻ ആൽഫബറ്റ്. നോൺ സീറോ ആണെങ്കിൽ ആൽഫബറ്റ് ആയിരിക്കും, അതിൻ്റെ 0 ആണെങ്കിൽ ഡിജിറ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. നോക്കിക്കേ, ഈസ് ആൽഫ ഓഫ് ക്യാർ എക്സാമ്പിൾ. എന്നിട്ട് ഇത് ഞാൻ ഡയറക്റ്റ് അങ്ങ് കൊടുത്തേക്കുവാണ്. ഇൻറ്റ് എൻ ഈക്വൽ ടു, നമ്മുടെ മുകളിലുള്ള പ്രോഗ്രാമിനകത്ത് ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം കേട്ടോ. ഇൻറ്റ് എൻ ഈക്വൽ ടു ഈസ് അപ്പറോ ആ ക്യാപിറ്റൽ എ ക്യാരക്ടർ അങ്ങനെ കൊടുക്കാം. ഇൻറ്റ് എൻ ഈക്വൽ ടു ഈസ് ആൽഫ ഓഫ്, ഞാൻ കൊടുത്തേക്കുന്നത് 3 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പം ആൽഫബറ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പം ഇവിടെ എന്ത് വരാം? ആൽഫബറ്റ് ആകുമ്പോൾ എന്ത് വരാം? ക്യാപിറ്റൽ ലെറ്ററും വരാം, സ്മോൾ ലെറ്ററും വരാം അല്ലേ. അപ്പോൾ ഈസ് ആൽഫ ഓഫ് 3 എന്ന് പറയുന്നത് എന്തല്ല? ഒരു ആൽഫബറ്റ് അല്ല. അപ്പോൾ അവിടെ എന്ത് ഔട്ട്പുട്ട് തരും? 0 എന്ന് പറയുന്ന ഔട്ട്പുട്ട് തരും. അപ്പോൾ എന്താണ്? സിൻസ് ദ ഗിവൺ ക്യാരക്ടർ ഈസ് നോട്ട് ആൻ ആൽഫബറ്റ്, ആൽഫബറ്റ് അല്ലാത്തതുകൊണ്ടാണ് അവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്ത്? 0 എന്ന് ഡിസ്പ്ലേ ചെയ്തു. ഓക്കെ, ഈസ് അപ്പർ എന്താണ് ചെയ്യുന്നത്? ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് അപ്പർ കേസ് ഓർ നോട്ട്, ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നു. ഈസ് ലോവർ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഇൻ ലോവർ കേസ് ഓർ നോട്ട്, ലോവർ കേസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യുന്നു. ഈസ് ആൽഫ എന്ത് ചെയ്യുന്നത്? ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ് ഓർ നോട്ട്, ആൽഫബറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷൻ ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ഡിജിറ്റ് ഓർ നോട്ട്. തന്നിരിക്കുന്ന ക്യാരക്ടർ ഡിജിറ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നേരത്തെ പോലെ തന്നെ ഈസ് ഡിജിറ്റ് ഓഫ് ക്യാരക്ടർസ് സിൻടാക്സ് ഇൻറ്റ് എൻ ഈക്വൽ ടു ഈസ് ഡിജിറ്റ് ഓഫ് 3 എന്ന് പറയുന്ന ഡിജിറ്റ് ആണെന്ന് അറിയാം അല്ലേ. അപ്പോൾ അതെന്തായിരിക്കും? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. 1 ആണെങ്കിൽ ആ ഗിവൺ ക്യാരക്ടറീസ് എന്തായിരിക്കും? ഡിജിറ്റ് ആണ്. നിങ്ങൾ ഈസ് ഡിജിറ്റ് ഓഫ് എ എന്ന് പറയുന്ന ആൽഫബറ്റ് കൊടുത്താൽ എന്ത് വരും? ആൻസർ 0 വരും. കാരണം അതെന്തല്ല? ഡിജിറ്റ് അല്ല. അപ്പോൾ ഡിജിറ്റ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഇത് ഈസ് ഡിജിറ്റ് ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് അൽനം ഫംഗ്ഷൻ ടു ചെക്ക് വെദർ എ ക്യാരക്ടർ ഈസ് ആൽഫ ന്യൂമറിക് ഓർ നോട്ട്. ആൽഫ ന്യൂമറിക് എന്ന് പറഞ്ഞാൽ ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ആൽഫ ന്യൂമറിക്കിനകത്ത് വരുന്നത് ആൽഫബറ്റും ആവാം, ഡിജിറ്റും വരാം, ന്യൂമറിക്കലും വരാം കേട്ടോ. ഈസ് അൽനം എന്ന് പറഞ്ഞാൽ ക്യാരക്ടർ ആൽഫബറ്റ് ആണോ ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഈസ് അൽനം ഓഫ് ക്യാർ എക്സാമ്പിൾ ഇൻറ്റ് എൻ ഈക്വൽ ടു ഈസ് അൽനം ഓഫ്, ഞാൻ ക്യാരക്ടറും കൊടുത്തിട്ടുണ്ട് അതേപോലെ ഡിജിറ്റും കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ട് എന്തായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. കാരണം ദ ഗിവൺ ക്യാരക്ടർ എന്ന് പറയുന്നത് ഡിജിറ്റും ആണ് ആൽഫബറ്റും ആണ്. അപ്പോൾ ഈ ഡിജിറ്റും ആൽഫബറ്റും ഇല്ലാത്തതുകൊണ്ട് എന്തോ മൈനസ് പ്ലസ് അതേപോലെ സ്പെഷ്യൽ സിമ്പിൾസ്. നിങ്ങളിപ്പോൾ ഈ എൻ ഈക്വൽ ടു ഈസ് അൽനം ഓഫ് മൈനസ് എന്ന് പറയുന്ന സിമ്പിളാണ് കൊടുത്തെങ്കിൽ എന്ത് ഒരു റിസൾട്ട്? 0 വരും. കാരണം എന്താ? അതൊരു ആൽഫബറ്റോ അല്ല ഡിജിറ്റോ അല്ല. ഓക്കെ ആയോ? നെക്സ്റ്റ് ടു അപ്പർ ഫംഗ്ഷൻ. ഈസ് അപ്പർ നിങ്ങൾ പഠിച്ചു എന്ത് ചെയ്യുന്നത്? അപ്പർ കേസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യുക. ടു അപ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ടു അപ്പർ തന്നിരിക്കുന്ന ക്യാരക്ടറിനെ അപ്പർ കേസിലോട്ട് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, അപ്പർ കേസ് ആക്കുക എന്നുള്ളതാണ് ടു അപ്പറിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ടു അപ്പർ ക്യാർ സി ഈക്വൽ ടു അപ്പറോ സ്മോൾ എ കൊടുക്കുന്നു. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? ദ ക്യാരക്ടർ എന്ത് വരും? സ്മോൾ എ എന്തായിട്ട് മാറി? ക്യാപിറ്റൽ എ ആയിട്ട് മാറും. ഓക്കെ, ടു ലോവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫംഗ്ഷൻ എന്ത് ചെയ്യണം? ലോവർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യണം. കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ അങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം ലോവർ കേസിലോട്ട്. ടു ലോവർ ഓഫ് ക്യാർ സി സിൻടാക്സ് എക്സാമ്പിൾ ക്യാർ എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എ എന്ന് കൊടുത്തു. ആ ക്യാപിറ്റൽ എ ക്യാർ സി ഈക്വൽ ടു ലോവർ ഓഫ് ആ വേരിയബിൾ കൊടുക്കുമ്പോൾ അതിനെ എങ്ങോട്ട് ചെയ്യണം? ടു ലോവർ ഓഫ് എന്ന് പറഞ്ഞാൽ ലോവർ ലെറ്ററിലോട്ട്, അതായത് സ്മോൾ ലെറ്ററിലോട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അതിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈസ് ഡിജിറ്റ് എന്താണ്? ഡിജിറ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ഈസ് അൽനം ആൽഫബറ്റും അതേപോലെ ഡിജിറ്റും വരും. ആൽഫബറ്റോ ഡിജിറ്റോ ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇത് രണ്ടും അല്ല എന്നുണ്ടെങ്കിൽ ആൻസർ എന്ത് പോവും? 0 പോവും. ടു അപ്പർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? തന്നിരിക്കുന്ന ഗിവൺ ക്യാരക്ടറിനെ ക്യാപിറ്റൽ ലെറ്റർ അപ്പർ കേസിലോട്ട് കൺവേർട്ട് ചെയ്യാം. ടു ലോവറോ
തന്നിരിക്കുന്ന ക്യാരക്ടറിനെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, ലോവർ കേസിലോട്ട്. ഇപ്പം ടു അപ്പർ ടു ലോവർ, അവിടെ എന്താ വരുന്നത് കൺവേർഷനാണ് വരുന്നത്, അത് ഓർത്തിരിക്കണം. ടു അപ്പർ ആകുമ്പോൾ അപ്പർ കേസിലോട്ട് ക്യാപിറ്റൽ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക, ടു ലോവർ ആകുമ്പോൾ സ്മോൾ ലെറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈസ് അപ്പർ ഈസ് ലോവർ എന്ന് പറഞ്ഞാൽ, ഈസ് അപ്പർ എന്ന് പറഞ്ഞാൽ ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈസ് ലോവർ എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ.